തെറിക്കിട്ടോ തെറിക്കിട്ടോ തട്ടിത്തോ തെറ്റിത്തോ തെറ്റിത്തേ തട്ടിത്തേ. എന്താ പാർവതി, ഈ നടരാജിലെല്ലാം തന്നെ താണ്ടു ആടുന്നത് മോശമല്ലയോ? നിനക്ക് കാലേ തൂക്കി ആടാൻ അറിയാമോ? നിന്റെ ഡാൻസ് മാസ്റ്ററായി ഞാൻ ഡാൻസ് പറഞ്ഞു തരട്ടെയോ? ആദ്യരാകുമ്പോ പറ. നാല് എരുമ കൊണ്ടുവന്നു വിടാം. ഇവിടെ നടരാജു തനിക്കെന്നാ നടുവടിഞ്ഞു പോയോ? ഈ കിന്നാരൊന്നും എന്റെ അടുത്ത് വേണ്ട, എന്നെ വേല നോക്കിപ്പോ. എന്റെ വേലയാ നോക്കുന്നത്, ഞാൻ വാച്ച്മാനാണ്. എപ്പോഴും നിന്നെ വാച്ച് ചെയ്യുകയാ. ഇതെന്താന്നറിയോ? ചൂലം കെട്ട്, അതും നിന്നോണ്ട് നോക്കുന്നത്. എന്നാൽ ഇരുന്നോണ്ട് തൂക്ക്. കളിയാക്കണ്ട, ഇതുകൊണ്ട് തൂത്തെടുത്ത് ഞാൻ കുപ്പത്തൊട്ടിയിലിടും, കരുതിക്കൂ. നീ കുപ്പത്തൊട്ടിയിലിട്ടാ ഞാൻ അവിടെയും കിടന്ന് വാച്ച് ചെയ്യും. പാർവതി, വാച്ച്മാന്റെ വേല സാധാരണ വേല എന്ന് വിചാരിക്കരുത്. എന്നോട് ചോദിക്കാൻ ആർക്ക് വരാൻ പറ്റില്ല, പോകാനും പറ്റില്ല. പരമാർത്ഥം. ചില വീടുകളിൽ നായക്കുട്ടിയാണ് കാവലിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മാലയിട്ട് പൂജിക്കാൻ ആര് പോകും? ഇത് നോക്ക്, നായ തന്നെ. അവിടെയാണ് നിനക്ക് അബദ്ധം പറ്റിയത്. ചില വലിയ വീടുകളിലെ അൽസേഷനെ പൊമേറിയനെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കാറുണ്ട്. അത് നിനക്കറിയാമോ? അറിയാമേ. ഏത് അൽസേഷൻ പറ്റി ആയാലും ചൊറി പിടിച്ചാൽ അതിനെ കല്ലെടുത്തെറിഞ്ഞോണം. നടരാജ, ഇന്ന് ആരുടെ മുഖമാണ് കണിയേണ്ടത്? നിന്റെ പോലെ തരികണത്തോ? നടരാജ, ഈ പെണ്ണുമായിട്ട് എന്താ വശണ്ട? സാർ, ഈ പെണ്ണ് വേല ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ പാവമില്ല സാർ. സാറികളെന്നെ അർത്ഥം വെച്ച് നോക്കാണ് സാർ. അത് പറ. അപ്പൊ നല്ലതാണ് നോക്കി അങ്ങ് നടത്തി വിട്ടേക്കാം. എന്താ നായർ സാറേ, നിങ്ങളൊന്ന് പോണം സാർ. അപ്പോ ഞാനിവിടെ നിക്കണമെന്നല്ലേ? അയ്യോ അയ്യോ കൊല്ലല്ലേ, അയ്യോ. കുടുംബത്തിൽ 1000 പ്രശ്നങ്ങളുണ്ടാകാം. നടന്നുകൂടാത്ത നടന്നിരിക്കുകയാണ്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി കഴിയരുത്. ഞാൻ ഒതുങ്ങി കഴിയുകയാണ്. യാതൊരു കുടുംബ ബന്ധവും എനിക്കില്ല. സകലതും മറന്ന് ജീവിച്ചു വരികയാണ്. അങ്ങനെ പറയരുതപ്പനെ. താൻ ആടിയില്ലെങ്കിലും തന്റെ ദേഹം ആടുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. അമ്മയാണെങ്കിൽ കാണാൻ മാർഗമില്ല. അവരെവിടെ കഴിയുമോന്നും അറിയില്ല. വളരെ അടുത്തിരിക്കുന്ന അച്ഛനെയെങ്കിലും ഒന്ന് പോയി കാണരുത്. ഇപ്പൊ കൈ മേലോട്ട് ഉയർത്ത്. ഇരിക്ക്. ഇപ്പൊ കൈ ഇങ്ങനെ വെക്ക്. ഇരിക്കും. കൈ നേരെ വെക്കണം, വളയ്ക്കരുത്. സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇരിക്കും. കനകാംബരത്തിന് മുല്ലപ്പൂവായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു. എന്നെ ഭദ്രകളിയാക്കരുത്. എന്ത് ചെയ്യും? ഇന്നു മുതൽ ഇവൾ എന്റെ കൂടെ തന്നെ ഇരിക്കും. നിങ്ങളെ അകത്ത് പോകാൻ സമ്മതിക്കില്ല. അമ്പോ, ഇവരെ വലിയ വായാടിയെ പോലെയല്ലേ പറയുന്നത്? ഉപടി, നീ ഇതും പറയും ഇതിലധികവും പറയും. അയച്ചുവിട്ട തലയ്ക്ക് മോളിന് ഡാൻസ് പറഞ്ഞ മാതിരി ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, നീ ഒന്ന് ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ ബുദ്ധി കെട്ടുപോയെന്ന് വിചാരിച്ച് നീയും അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്നത്? ഞാനെങ്ങും നടക്കാൻ വരുന്നില്ല. സ്വന്തം ഭർത്താവാണ് എന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു വരുന്നത്. ഇദ്ദേഹം എന്റെ ഭർത്താവാണെന്ന് അറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാ എന്റെ ജീവിതത്തിൽ കുറുക്ക് വരുന്നത്? ഞാനെങ്ങും കുറുക്ക് വരുന്നില്ല. ഈ കഴുതയുടെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് ഒരുപ്പോ ഇപ്പൊ എനിക്ക് രണ്ടില്ലെന്ന് അറിഞ്ഞേ തീരൂ. അറിഞ്ഞേ തീരൂ അല്ലേ? പൊടി. അമ്മേ, 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 കരയിലമ്മേ. ഞാനും വരാമേ, എനിക്ക് പേടിയാവുന്നു. ഇവിടെ നോക്ക്, എന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല. രാത്രി കിടന്നപ്പോ പാല് കുടിച്ചിട്ടല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇതാ വരുന്നു കണ്ണ.
ഒന്നുമില്ല മോനെ, വൈറ്റമിൻ ഗുളികയാ. ഞാൻ നന്നായില്ലേ ഇരിക്കുന്നേ? അതെ, ഇതേപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നന്നായി പഠിച്ച് വലിയ വലിയ ബിരുദമെല്ലാം വാങ്ങണം. അച്ഛന്റെ വാക്കിനെ എതിർക്കാതെ സ്നേഹമായി നടന്നോളണം. സ്വാമി, എനിക്ക് അച്ഛന് പണ്ടേ ഇഷ്ടമല്ല. തെറ്റുമോനെ, അച്ഛനാണ് നിനക്കെല്ലാം. അമ്മ എന്തിനാ പിന്നെ അച്ഛൻ്റെ അടുത്ത് വഴക്ക് കൂടുന്നേ? അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. പാല് കുടിക്ക. അത് പറഞ്ഞാലേ ഞാൻ പാല് കുടിക്കുള്ളൂ. ശരി, ഇതാ. നല്ല അമ്മ. അമ്മ എന്തിനാ കരയുന്നേ? ഞാനല്ലേ അമ്മക്ക്. എപ്പോ വന്നാലും അമ്മ അമ്മ നോക്ക്, നിനക്ക് നല്ല പാവ് വാങ്ങിച്ചു തരാം, മോട്ടോർ കാർ വാങ്ങിച്ചു തരാം, എയറോപ്ലെയിൻ വാങ്ങിച്ചു തരാം. ഒന്ന് ചുമ്മാ ഇരിക്കടാ. നോക്ക്, നിന്റെ അമ്മ ഈ വീട് വിട്ട് ഓടിപ്പോയി. മേലിൽ അവളെ പറ്റി മിണ്ടരുത്. എനിക്ക്